ആരെങ്കിലും രേഖാമൂലം അപേക്ഷയിൽ മാത്രമേ ഞങ്ങൾ റിപ്പോർട്ട് എന്തിനാ അറിയിട്ടിരിക്കണേ? ഈ ജില്ലയുടെ കണക്ക് വരെ അയാളത്തില്ല. നിങ്ങൾ അപ്പലേറ്റ് അതോറിറ്റിയോട് സംസാരിക്കാനല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മൾ വേറെ ഒന്നും കണക്ക് പറയാം, പുറത്ത് വേറെ കണക്ക് പറയാം, സാറിന്റെ അടുത്ത് കണക്കില്ല എന്ന് പറയാം. രണ്ടും നടക്കില്ല. സാറിന്റെ കയ്യിലെ കണക്കെന്ന് എഴുതി നേരത്തെ സാർ പറഞ്ഞത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടും സാറ് പറയാം രേഖാമൂലം ചോദിക്കട്ടെ എന്നാ ഞങ്ങൾ കണക്ക് കൊടുക്കാം. എന്ത് മര്യാദയാണത്? എന്ത് മര്യാദയാണത്? അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാർ അങ്ങനെയാണോ പറയേണ്ടത്? സാർ അങ്ങനെയാണോ പറയേണ്ടത്? ഒരു കുട്ടി ഈ ജില്ലയിൽ സീറ്റ് ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത് സാർ പറഞ്ഞൊരു കാര്യമാണ് രേഖാമൂലം എഴുതി തന്നാൽ ഞങ്ങൾ കൊടുക്കാന്ന്. അതാണോ സാർ പറയേണ്ടത്? ഇവിടെ പ്രതിസന്ധി ഉണ്ട്, സാറിന് ബോധ്യമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, സാറിന് ബോധ്യമുണ്ട്, എന്നിട്ടും സാർ എഴുതി കൊടുത്തില്ല. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളാണ് ആ കുട്ടിയുടെ കളിയാളി. അങ്ങനെന്താ മനസ്സിലാക്കി? മലപ്പുറത്തെ കുട്ടികൾക്ക് അധികാരികളെ അംഗന്മാരെ അധികാരികളെ അംഗന്മാരെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയായിരുന്നു.
സർക്കാർ വലിയ അനീതിയാണ് മലപ്പുറം ജില്ലയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട RDD ചോദിച്ചത് ആ തെറ്റായ കണക്ക് മന്ത്രിക്ക് കൊടുത്തത് ഈ RDD ആണ്. ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞാൻ രേഖപ്പെടുന്നത്. സഭക്കകത്തും പുറത്തും തെറ്റായ കണക്കുകൾ വായിക്കുകയും എന്നാൽ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ തെരുവിലിരിക്കുകയും ചെയ്യുന്ന അസാധാരണമായ സാഹചര്യത്തിൽ ഇനിയും മിണ്ടാതിരിക്കാനാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം ശ്രമിക്കുന്നതെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ സമരം ഉണ്ടാകും. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പകലുകളും ഇനി സമര പോരാട്ടങ്ങളുടേതായിരിക്കും മലപ്പുറത്ത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറയുന്നത്, താങ്കൾ പറയുന്ന കണക്ക് വസ്തുതകളിൽ എത്രയോ അകലത്തിലാണ്. ആവശ്യപ്പെട്ട മുഴുവൻ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും